ചേച്ചി എവിടെ പോണേണ്? നാളെ പുണ്യാളന്റെ പെരുന്നാളാണ്, അതിന് പച്ചക്കറി അരിയാനായിട്ട് സഹായിക്കാം. നാളെയാണ് പുണ്യവാന്റെ സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുതിരുനാൾ ദിനം. എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ ഇടവക ജനം മൊത്തമുണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊന്ന് കൂടുതലായിട്ട് ആ ക്യാമറ ഒന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക, ആ ഇരിക്കുന്നത് കൂടുതൽ ഇടവകക്കാരാണ്. പിന്നെ അപൂർവമായിട്ട് തന്നെ ഒരു 25 കൊല്ലത്തിൽ 30 കൊല്ലമൊക്കെ എത്തി വരുന്ന കുറേ ആൾക്കാർ വേറെയും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയാണ് ഇത് ഈ തിരുനാൾ നടത്തപ്പെടുന്നത്. അതിനകത്ത് ഇവിടുത്തെ എല്ലാ കമ്മിറ്റികളും അച്ഛന്മാരും നാട്ടുകാരും എല്ലാവരുടെയും ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ നാളെയാണ് വരേണ്ടത്. എല്ലാവരും നാളെ വരണോട്ടോ. ഓക്കെ. ചെട്ടിക്കാട് പെരുന്നാളാണ്. വന്നവരെല്ലാവരെയും സ്വാഗതം ചെയ്ത്. എത്ര കൊല്ലായി ഇവിടെ പുണ്യാളിന് വേണ്ടി പച്ചക്കറി തുടങ്ങിയിട്ട്? 47 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. 47 പറയാനുള്ള പെരുന്നാളായിട്ട് പുണ്യാളിന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആദ്യം തന്നെ പറയുന്നത്. അപ്പൊ എല്ലാ ജനങ്ങളും ഈ തിരുനാളിലേക്ക് കടന്നു വരാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ എത്ര കൊല്ലായി നിങ്ങ ഇവിടെ ഇരിക്കണ്? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദിവസവും വന്ന് ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയല്ല എന്നുള്ള ഒത്തിരി സന്തോഷം. ഇവരോടൊപ്പം ഇങ്ങനെ ഇരിക്കാതെ സാധിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. നമ്മളുടെ ചെട്ടിക്കാട്ടുകാരുടെ ഒരു ഉത്സവമല്ലേ ഈ അന്തോണിസുകാരുടെ പെരുന്നാൾ. വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിൽ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദം നിറഞ്ഞ ദിവസമാണ്. വളരെ സന്തോഷം. ഇതുപോലെ ഒരു സന്തോഷം ഇല്ല. ഇല്ല. എല്ലാവരും ഞങ്ങളെ പള്ളി വരാണ്.